നമുക്ക് വിശുദ്ധ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ആ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിൻ്റെ 10ാം വാർഷികം കൂടി നടക്കുന്ന ഒരു സമയമാണ്. ഇവിടെ ഈ തിരുനാളിനോടനുബന്ധിച്ചും ഈ പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഏതെങ്കിലും ഒരു പ്രാവശ്യം വരാൻ പറ്റാതെ പോയാൽ വല്ലാത്ത പ്രയാസമാണ്. പക്ഷേ ഈ പ്രാവശ്യം വരാൻ പറ്റിയെന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് അധികം നാൾ എൻ്റെ ഈ കാൽനാട്ട് കർമ്മം നീണ്ടു നിൽക്കില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഒരു പെർമനൻ്റ് ആയിട്ടുള്ള പന്തൽ വരാനുള്ള സാധ്യത വന്നിരിക്കുകയാണ്. എല്ലാവരും അതുമായി സഹകരിച്ച് പെർമനൻ്റ് പന്തൽ കൂടി ഇവിടെ ഉണ്ടാകുമ്പോൾ എല്ലാ പ്രൗഢിയോടും കൂടി നമുക്ക് ഈ തിരുനാൾ എല്ലാ വർഷവും ആഘോഷിക്കാൻ പറ്റും. ഞാൻ അഡ്വാൻസ് ആയി തന്നെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. എല്ലാവരുടെയും നമ്മുടെ ദേവാലയം എന്ന് പറയുന്നത് 4 ചുവരുകളും മേൽക്കൂരയും ഉള്ള ഒരു കെട്ടിടമല്ല. ഒരു കെട്ടിടം ആവില്ല ദേവാലയമാവും, ഒരു കെട്ടിടം ദേവാലയം ആവില്ല. നമ്മളെല്ലാവരും നമ്മുടെ സങ്കടങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം ഇറക്കി വയ്ക്കുന്നത് തീഷ്ണമായ നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം ഉയരുമ്പോഴാണ് ഒരു കെട്ടിടം ദേവാലയമായി മാറുന്നത്. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ വിശ്വാസമാണ്. ആ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ കരുത്തും നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ പിൻബലവും എല്ലാം ആ ഉറച്ച അചഞ്ചലമായ ആ ദൈവവിശ്വാസമാണ്. ആ വിശ്വാസമാണ് ദേവാലയത്തിൻ്റെ ചുറ്റും നിറയുന്നത്. ദേവാലയത്തിൽ ഞായറാഴ്ച രാവിലെ കുർബാനയും എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസവും ആ ആശ്വാസവുമാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഈ അചഞ്ചലമായ ദൈവവിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും കരുത്താകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ പന്തലിന്റെ കാൽനാട്ട് കർമ്മം നിർവഹിക്കുന്നതായി അറിയിക്കും. ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങൾ തൻ യാചന കേൾക്കണമേ, കേൾക്കണമേ. വിശുദ്ധനാം കുര്യാക്കോസ് ഏലിയാസ് അച്ഛാ പുണ്യവാനേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങൾ തൻ യാചന